തമിഴ് സിനിമയിൽ ദളപതിക്ക് തുല്യം തല. അങ്ങനെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. നമുക്കറിയാം ദളപതി വിജയും അതുപോലെ തന്നെ തല അജിത്തും അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ നായകന്മാരായി സിനിമയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. 91, 90, 91, 92, ശരിക്കും 92 തന്നെ പറയാം. കാരണം 90-ൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് അജിത്ത് വരുന്നത്. ചെറിയ ആഡ്സും മിനി സ്ക്രീനിലൊക്കെ വന്ന് 92-ൽ സിനിമ നായകനാവുന്നു. ദളപതിയും അതേപോലെ തന്നെ 92-ൽ നായകനാവുന്നു. അതിനു മുമ്പ് ബാലതാരമായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വിജയ്, അച്ഛൻ്റെ സിനിമയിലൂടെ. അജിത്ത് ആണെങ്കിൽ ഒരു സിനിമാ കുടുംബമൊന്നുമില്ല, സിനിമാ കുടുംബത്തിൽ നിന്നല്ല വരുന്നത്. അതിനുശേഷം അദ്ദേഹം ബാലതാരമായിട്ട് മോഡലിങ്ങിലൂടെയൊക്കെ വന്നിട്ടാണ് പിന്നീട് നായകനാവുന്നത്. പിന്നീട് രണ്ടുപേരും ഒരേപോലെയാണ് അവരുടെ ഒരു താരമൂല്യം വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 92 മുതൽ ഒരു 95 വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ വരുന്നു. ഫ്ലോപ്പുകളുണ്ട്, ഹിറ്റുകളുണ്ട്. അങ്ങനെ തന്നെ പോയി ഒരു 96 എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു സിനിമ ഒരു സംവിധായകൻ പ്ലാൻ ചെയ്തു. ആ ഒരു സംവിധായകന്റെ പേരാണ് വസന്ത്. ആക്ച്വലി ഈ വസന്ത് കെ ബാലചന്ദ്രന്റെ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു ജേർണലിസ്റ്റൊക്കെ ആയിരുന്നു സിനിമയിൽ വരുന്നതിനൊക്കെ മുമ്പ്. അദ്ദേഹം കേളടി കൺമണി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാവുന്നത്. SP ബാലസുബ്രഹ്മണ്യം അഭിനയിച്ച വളരെ മണ്ണിൻ്റെ കാതൽ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ആ ഒരു സിനിമയും കഴിഞ്ഞ് വേറൊരു സിനിമയും കഴിഞ്ഞ് അദ്ദേഹം മൂന്നാമത്തെ ഒരു സിനിമ ചെയ്തു. അതായിരുന്നു ആസൈ എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. അജിത്തിന്റെ കരിയറിൽ തന്നെ അതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയൊരു വിജയം മാറിയ ഒരു സിനിമയായിരുന്നു ആസൈ. 95-ലായിരുന്നു ഒരു സിനിമ. അതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന രീതിയിൽ അജിത്തിനെ ഒന്ന് അടുത്ത ലെവലിലോട്ട് എത്തിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ആസൈ. ആസൈ കഴിഞ്ഞിട്ട് അതേ പ്രൊഡക്ഷൻ ടീം, അതിൻ്റെ പ്രൊഡക്ഷൻ ടീം എന്ന് പറയുന്നത് മണിരത്നമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആസൈ പ്രൊഡ്യൂസ് ചെയ്ത മണിരത്നമാണ്. മണിരത്നം തന്നെ അടുത്തൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വസന്തിനെ തന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് ആ ഭർത്താവിന് ഒരു അനിയനുണ്ട്, ഭാര്യയ്ക്കും ഒരു അനിയനുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായ ശേഷം ഇവർ സെപ്പറേറ്റഡ് ആവുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ അനിയൻ ഒരു സൈഡിൽ, അപ്പുറത്തെ ഭാര്യയുടെ അനിയൻ ഒരു സൈഡിൽ. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഈഗോ എന്ന് വേണമെങ്കിൽ, അതായത് ഭർത്താവിൻ്റെ അനിയനും ഭാര്യയുടെ അനിയനും, രണ്ട് അനിയന്മാരും, അവരാണ് ആ ഒരു സിനിമയിലെ ശരിക്കുള്ള സെൻട്രൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് രണ്ട് യുവ താരങ്ങൾ തന്നെ വേണം. അപ്പോൾ ആദ്യം തന്നെ ഡയറക്ടർ ഇതിൽ ഒരു റോള് പ്ലാൻ ചെയ്തത് കഴിഞ്ഞ സിനിമയിലെ നായകനായ അജിത്തിനെ തന്നെയായിരുന്നു. അജിത്തിനെ തന്നെ ഇതിൽ കൊണ്ടുവരാം, അപ്പുറത്തെ റോള് വിജയിനെ കൊണ്ടുവരാം. ഇങ്ങനെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഷൂട്ട് വരെ തുടങ്ങുന്നു. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അജിത്ത് ആ ഒരു സിനിമയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. അത് പല കാരണങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സാക്ട് കാരണം ഇപ്പോഴും നമുക്ക് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പല കഥകളൊക്കെ മാഗസീൻസിലൊക്കെ വന്നിരുന്നതും പിന്നീട് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കഥകളൊക്കെ വെച്ചിട്ട് 1-2 ഹീറോസിന്റെ ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അജിത്ത് അപ്പോഴേക്കും ഒരു താരമൂല്യം ആയതുകൊണ്ട് അജിത്ത് ഒരു സോളോ ഹീറോ സബ്ജക്റ്റിനോടായിരുന്നു അജിത്തിന് താല്പര്യം. മറ്റൊന്ന്, കഥ പ്രോപ്പർലി ഡയറക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അതായത് അജിത്തിന് അപ്പോൾ 2 ഹീറോസ് ആയതുകൊണ്ട് തന്നെക്കാളും പ്രാധാന്യം വിജയുടെ ക്യാരക്ടറിനാണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്ന് അവർ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം സംഭവിച്ചതാണ്. അങ്ങനെ അജിത്ത് ആ സിനിമയിൽ നിന്ന് പിന്മാറി. അപ്പോൾ പകരം ആര് എന്നൊരു ആലോചന നിൽക്കുന്ന സമയത്താണ് ശിവകുമാർ. ഒരു കാലത്ത് 70-കളിലെയും 80-കളിലെയും ഒക്കെ താരമായി 90 ആയി കഴിഞ്ഞപ്പോൾ ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ മാറിയ ഒരു വ്യക്തിയാണ് ശിവകുമാർ. ശിവകുമാറിന് ഒരു മകൻ, മൂത്ത ഒരു മകൻ, അതായിരുന്നു ശരവണൻ, ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ. സൂര്യ അന്ന് ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് വെറും 800 രൂപ ശമ്പളത്തിൽ ഒരു താരപുത്രനാണെന്നും പറയാതെ സൂര്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ സൂര്യയെ പറഞ്ഞിട്ടുണ്ട്, സൂര്യക്ക് ഓഫേഴ്സ് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സൂര്യ ഒരു സിനിമ കരിയറാക്കി എടുക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ എടുക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. അപ്പോൾ സൂര്യക്ക് അന്ന് ഇങ്ങനെ ജോലി ചെയ്ത് പോകുന്നു, പക്ഷെ എവിടെയോ ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ അന്ന് സാമ്പത്തികമായിട്ടും, ഞാനതവിടെ വായിച്ചിട്ട്, സാമ്പത്തികമായിട്ടും ശിവകുമാർ അന്ന് സിനിമകളൊക്കെ കുറഞ്ഞെത്തുന്ന സമയമായതുകൊണ്ടാണ് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അന്ന് സൂര്യയുടെ അമ്മയ്ക്ക് എന്തോ ഒരു ലോൺ അടയ്ക്കണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അനിയൻ കാർത്തി എന്ന് പഠിക്കുന്നതാണ്. ഇനിയാണ് കാർത്തിയൊക്കെ അന്ന് എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ് തോന്നുന്നു, കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സൂര്യയാണ് മൂത്ത മകനാണല്ലോ. അപ്പോൾ സൂര്യക്ക് ഒരു കുടുംബം നോക്കണം, ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അങ്ങനെ നിൽക്കുന്ന സമയം. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ സൂര്യക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ അഭിനയിക്കാൻ ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ശിവകുമാർ അന്ന് മക്കൾ നന്നായി പഠിക്കണം, പഠിച്ചിട്ട് മതി ഒരു സിനിമ എന്നുള്ള ഒരു രീതിയിലാണ്. പ്രത്യേകിച്ച് സിനിമയിൽ സൂര്യ അന്ന് വളരെ ഷൈ ആണ്, പൊക്കം കുറവാണ്. പഴയ സൂര്യയുടെ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയുമ്പോൾ അങ്ങനെ ഒരു ഹീറോ മെറ്റീരിയൽ ഒന്നും അല്ല സൂര്യ. അപ്പൊ സൂര്യക്കും ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു അഭിനയിക്കാം എന്നുള്ളതൊക്കെ.
ആസൈ എന്ന് പറയുന്ന സിനിമയിലും വസന്ത് സൂര്യനെ ആലോചിച്ചതാണ് അന്ന്. പക്ഷെ അന്ന് ശിവകുമാറിന് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. സൂര്യൻ നോ പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ ശിവകുമാർ എവിടെയോ പോയിട്ട്, ഒരു വിദേശത്ത് എവിടെയോ എന്തോ ഒരു ഷൂട്ട് ഒന്നത്തുമായി ബന്ധപ്പെട്ട് പോയിട്ട് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി സൂര്യ പോകുന്നു. അന്ന് ആ ഫ്ലൈറ്റിലോ അതോ അവിടെ വെച്ചിട്ടോ ഈ വസന്ത് ഡയറക്ടർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ സൂര്യയുടെ അടുത്ത് പറയുന്നതും. അപ്പോഴാണ് ഈ അജിത്ത് പിന്മാറുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു പുതുമുഖത്തിനെ അഭിനയിപ്പിക്കാം. അതിനു മുമ്പ് ഇവരൊരു ആലോചന ഉണ്ടായിരുന്നു, അജിത്ത് പിന്മാറി കഴിഞ്ഞപ്പോൾ പ്രഭുദേവനെ കാസ്റ്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ അന്ന് പ്രഭുദേവയുടെ ഡേറ്റ്സും റെമ്യൂണറേഷനും എല്ലാം ഒത്തുവരുന്നില്ല. പ്രഭുദേവൻ വന്ന് വളരെ വലിയൊരു സ്റ്റാറാണ്. കാരണം കാതലൻ 94 കഴിഞ്ഞ് പ്രഭുദേവ നമുക്കറിയാം അന്ന് ഡാൻസറാണ്, ഒരു വലിയ കൊറിയോഗ്രാഫറാണ്. അപ്പോൾ പ്രഭുദേവയ്ക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു 96 കാലഘട്ടങ്ങളൊക്കെ 60 ലക്ഷമൊക്കെ റെമ്യൂണറേഷൻ വാങ്ങിയിട്ടുള്ള ഒരു നടനാണ്. അന്നത്തെ ഒരു ടോപ്പ് യങ് ഹീറോസിൽ ഉള്ള ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു ഹോട്ട് ആക്ടർ തന്നെയാണ് പ്രഭുദേവ. പ്രഭുദേവനെ കാസ്റ്റ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അതും നടന്നില്ല. അങ്ങനെയാണ് സൂര്യയിൽ വരുന്നത്. അപ്പോൾ സൂര്യനെ ഇതേപോലെ തന്നെ സൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഓഡിഷന് വേണ്ടി ഇങ്ങനെ മണിരത്നത്തിന്റെ ഓഫീസിലോട്ട് പോകുന്നു. KV ആനന്ദാണ് അതിന്റെ ക്യാമറമാൻ. പിന്നീട് സൂര്യനെ വെച്ച് അയൻ പോലെ സൂര്യയുടെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ് KV ആനന്ദ്. അപ്പോൾ KV ആനന്ദ് അന്ന് സൂര്യനെ ടെസ്റ്റ് ചെയ്യുന്നു, ഓഡിഷൻ ക്യാമറ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ വിജയുടെ ഒപ്പം ഫ്രെയിമിൽ വരുമ്പോൾ പൊക്കം കുറവുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ കുറച്ച് ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് സൂര്യനെ കൊണ്ട് ഒരു ഹൈ ഹീൽസ് ഷൂ ഇടിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സൂര്യക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സൂര്യ വരെ വിചാരിച്ചതാണ് ഇതിന്റെ ഒരു 2 ദിവസമൊക്കെ അഭിനയിച്ചിട്ട് നിർത്തി പോകേണ്ടി വരും, എനിക്കിതൊന്നും പറ്റില്ല എന്ന് വരെ സൂര്യ വിചാരിച്ചിട്ടുണ്ട് സൂര്യയൊക്കെ. പക്ഷെ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ സൂര്യ തന്നെ പറഞ്ഞു, എനിക്ക് അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഓക്കെ. അങ്ങനെ അജിത്തിനെ വെച്ച് ചെയ്ത പല സീൻസും വീണ്ടും സൂര്യനെ വെച്ചിട്ട് തന്നെ അവർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം ഒപ്പം അഭിനയിക്കുന്നതും വിജയാണെങ്കിൽ സൂര്യക്ക് അറിയാം, സൂര്യക്ക് ചെറുപ്പം മുതലേ അറിയാം. സൂര്യയുടെ കൂടെ തന്നെ കോളേജിൽ വിജയും ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഏകദേശം ഒരേ ബാച്ച് തന്നെയായിരുന്നു. പക്ഷെ വിജയ് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്, പഠിത്തമൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ സിനിമയിലോട്ട് പോയത്. അച്ഛനപ്പോഴേക്കും ഹീറോ ആക്കി. സൂര്യ പക്ഷെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനും ഇവരുടെ കോളേജിലൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. ലോയോള കോളേജ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അപ്പുറത്ത് രഘുവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീപ്പൊരി വില്ലനായിട്ടും ക്യാരക്ടർ റോളുകളിലും ഇവരുടെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ്. ശാന്തി കൃഷ്ണയുണ്ട്. പിന്നെ സിമ്രാനും നന്ദിനിയും ആയിരുന്നു അതിലെ നായികന്മാര്. സിമ്രാനായിരുന്നു ഇതിൽ സൂര്യയുടെ പേരൊന്നുണ്ട്. സിമ്രാനും അന്ന് ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഇതിലോട്ടാണ് ആദ്യമായിട്ട് സിമ്രാൻ വരുന്നത്. ഈ ഒരു സിനിമയാണ് നേർക്കുനേർ. ഞാൻ ആ സിനിമയുടെ പേര് വിട്ടുപോയി. നേർക്കുനേർ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. സിമ്രാൻ ആ ഒരു സിനിമയിലോട്ട് വരുന്നത് ആദ്യമായിട്ട് തമിഴിലോട്ട് വരുന്നത് നേർക്കുനേറിലാണ്. പക്ഷെ നേർക്കുനേർ ഷൂട്ട് തുടങ്ങി ഇറങ്ങണതിന് മുമ്പ് തന്നെ വേറെയും സിനിമകൾ കമ്മിറ്റ് ചെയ്ത്, വൺസ് മോർ, അതുപോലെ തന്നെ VIP, ഈ 2 സിനിമകളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ്, അത് റിലീസിന് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് ആവുന്നത്. അതുകൊണ്ട് ഇത് ആദ്യത്തെ സിനിമയായിട്ട് വന്നില്ല സിമ്രാന്റെ. എങ്കിൽ പോലും സിമ്രാനും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണിരത്നത്തിന്റെ പോലത്തെ ഒരു ബാനർ, വസന്തിന്റെ പോലത്തെ ഒരു ഹിറ്റ് ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയായിരുന്നു. പിന്നെ ആ സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് സൂര്യക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ. പക്ഷെ സൂര്യ വിചാരിച്ച പല സീൻസും, അതായത് ഞാൻ ബോറായിട്ടാണ് ചെയ്തത് എന്ന് സൂര്യ വിചാരിച്ച പല സീൻസും ആ ഒരു സിനിമയിൽ തിയേറ്ററിൽ കയ്യടികളായിരുന്നു. അപ്പോൾ സൂര്യക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ചെയ്തതെല്ലാം പ്രേക്ഷകർ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ധൈര്യമൊക്കെ സൂര്യക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ സൂര്യയുടെ ആദ്യത്തെ സിനിമയിലേക്കുള്ള എൻട്രി. അതായത് താല്പര്യമില്ലാതെ വേറൊരു ജോലിയിൽ ഇങ്ങനെ നിൽക്കുന്നു, സിനിമയിലോട്ട് കോൺഫിഡൻസ് ഇല്ലാതെ നിന്നിരുന്നൊരു സൂര്യനെ ഇതിലോട്ട് കൊണ്ടുവന്നത് തന്നെ ഈ പറഞ്ഞ മണിരത്നവും ഈ വസന്തും ഒക്കെ തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും 2-3 സിനിമകൾ സൂര്യ അഭിനയിച്ചു. പക്ഷെ ആ ഒരു സിനിമയൊന്നും വിചാരിച്ച പോലെ സൂര്യക്ക് ക്ലിക്കായില്ല. അത് കേട്ടാണ് പിന്നീട് സൂര്യ അഭിനയം നിർത്തി പഠിത്തത്തിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമയിലോട്ട് വരുന്നത്. അപ്പോഴേക്കും വിജയ് വലിയ സ്റ്റാർ ആയി കഴിഞ്ഞു. അജിത്ത് ഓൾറെഡി സ്റ്റാറാണ്. ഈ പറഞ്ഞ അജിത്ത് വിജയ് ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അജിത്തും സ്റ്റാറായി, വിജയും സ്റ്റാറായി. പക്ഷെ സൂര്യക്ക് വിചാരിച്ച പോലെ ഹിറ്റുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുൻനിരയിലോട്ട് വരാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നതും. പിന്നെ സൂര്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഫ്രണ്ട്സ് കഴിഞ്ഞു, പിന്നെ നന്ദ സംഭവിക്കുന്നു, അങ്ങനെ കുറെ സിനിമകൾ. പിന്നെ നമുക്കറിയാം കാക്കയിലൂടെ തന്നെ സൂര്യ സൂപ്പർ സ്റ്റാറായി മാറി. അപ്പൊ പറഞ്ഞു വന്നത് നേർക്കുനേർ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സിനിമ. ഈ അടുത്ത് ഞാൻ ആ ഒരു സിനിമ കണ്ടിരുന്നു. വളരെ രസമാണ് ഇവർ രണ്ടുപേരുടെയും ഒരു ഇത്. കാരണം വിജയ് ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്, സൂര്യ ഒരു പുതുമുഖമാണ്. പക്ഷെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസിൽ ഒരു ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഹീറോയിന് വേണ്ട എല്ലാ കാര്യങ്ങളും, പാട്ട് ഉൾപ്പെടെ റൊമാൻസ് ഉൾപ്പെടെ ആ ഒരു സിനിമയിലെ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അജിത്ത് നോ പറഞ്ഞതുകൊണ്ട്, അജിത്തിന്റെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് അജിത്ത് പിന്മാറിയതുകൊണ്ട് സൂര്യക്ക് ആ വേഷം കിട്ടിയെന്നുള്ളതാണ്. അതിനുശേഷവും ചില സിനിമകൾ അജിത്ത് പിന്മാറിയിട്ട് സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നന്ദ ഇതുപോലെ തന്നെ അജിത്ത് ചെയ്യേണ്ടതായിരുന്നു തോന്നുന്നു. അജിത്ത് ചെയ്യേണ്ട സേതു കഴിഞ്ഞിട്ട് ബാല എന്ന് പറഞ്ഞ ഡയറക്ടർ അജിത്തിനെ വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു നന്ദ. അത് പിന്നീട് അജിത്ത് പിന്മാറിയിട്ടാണ് അത് സൂര്യയിലേക്ക് എത്തിയത്. ഗജനി ഇതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് വരെ നടത്തിയിട്ട് അജിത്ത് പിന്മാറിയ ശേഷമാണ് സൂര്യയിലേക്ക് ആ റോള് കിട്ടിയത്. എന്തായാലും സൂര്യയുടെ കരിയറിൽ ഭയങ്കര ബ്രേക്ക് കിട്ടിയതൊക്കെ അജിത്ത് നോ പറഞ്ഞ സിനിമകളാണ്. ഇതുപോലെ തന്നെ വിജയ് നോ പറഞ്ഞ സിനിമയും സൂര്യ ചെയ്തിട്ട് ഹിറ്റാക്കിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നേർക്കുനേർ എന്ന് പറയുന്ന ഒരു സിനിമ 97 ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. 97 സെപ്റ്റംബറിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഓണം സീസണിൽ. ഇപ്പോൾ ഏകദേശം 29 വർഷമാവാറായി ആ ഒരു സിനിമ റിലീസായിട്ട്. സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ സിനിമ എന്താ പറയുക തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ലഭിച്ചിട്ടു. എന്നാലും നേർക്കുനേർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാനിപ്പോൾ ഈ പറഞ്ഞതല്ലാതെ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഫാക്ട്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ചെയ്യുക.